ആക്ച്വലി ഇതെന്താണെന്ന് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ മുറ്റം. ഇതേ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന മുറ്റം. ഭയങ്കര കൂടുതലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം മുറ്റമുണ്ട്. ആ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ചെടികൾ മീൻസ് മരങ്ങൾ, ചാമ്പയ്ക്ക അങ്ങനത്തെ മരങ്ങൾ. അതെ, ഇതാണ് ഞങ്ങളുടെ ഫുൾ മുറ്റം. കുറച്ച് അപ്പുറത്തും കൂടിയേ ഉള്ളൂ. ഈ മുറ്റത്ത് ഇപ്പോൾ ഭയങ്കര കാറ്റൊക്കെ അല്ലേ, നമുക്ക് വെയിൽ കാറ്റൊക്കെയാണ്. ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലത്തെ പൊടി മുഴുവൻ ഞങ്ങളുടെ സിറ്റൗട്ടിലേക്കാണ് വരുന്നത്. ഈ സിറ്റൗട്ടിലേക്ക്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഞങ്ങളുടെ പാലക്കാടൊക്കെ ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞ് വീടുള്ള സമയത്തൊക്കെ വീടിൻ്റെ മുറ്റം നന്നായിട്ട് എന്താ പറയുക, മണ്ണ് വെച്ച് മെഴുകി വൃത്തിയാക്കും. അതായത് നല്ല നിരപ്പാക്കി വൃത്തിയാക്കും. അതിന് ശേഷം നല്ല ചാണകമൊക്കെ തേച്ച് നല്ല എന്താ പറയുക, നമ്മൾ സിമെൻ്റ് ഇട്ട് വൃത്തിയാക്കുന്ന അതേപോലെ തോന്നും. ഞങ്ങൾ രാത്രിയൊക്കെ പായിട്ടിട്ട് പുലർച്ചെ വരെയൊക്കെ കിടക്കാറുണ്ട്. രാത്രിയിൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ അവിടെ തന്നെ കിടന്നുറങ്ങാറുണ്ട്. അത്രയും നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് പോലെ ആവും മുറ്റമൊക്കെ. ഞങ്ങളുടെ പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെയാണ് പറയണത്. 90s കാര്യങ്ങളൊക്കെയാണ് ഈ പറയണത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും വീടുകളിലില്ല. ഫുൾ വീടുകളിലും ടൈൽസും അല്ലെങ്കിൽ ബ്രിക്സും ഒക്കെ വെച്ച് മുറ്റം വൃത്തിയാക്കണമാണല്ലോ ഇപ്പോഴത്തേക്ക് രീതി. പക്ഷേ ഇന്ന് ഞാനത് ചെയ്യാൻ പോവാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയുണ്ട് ഒന്ന്.